അസ്സലാമു അലൈക്കും. ഇന്ന് 28/12/2024 ശനിയാഴ്ച. വൈദ്യം പാരമ്പര്യ ചികിത്സാലയം കുറ്റ്യാടി അടുക്കത്ത്. കുറച്ച് ഒരു 4-5 മാസത്തിന് മുമ്പിൽ രണ്ട് ഹാജിയാക്കന്മാരമ്മടുത്ത് ഒരു ഹാജിയാരമ്മടുത്ത് ചികിത്സയ്ക്കായിട്ട് വന്നായിരുന്നു. അവരുടെ മകൾക്കൊരു ചെറിയൊരു അലർജി പ്രശ്നമായിരുന്നു. അലർജി തുമ്മലായിരുന്നു. നമുക്ക് ഹാജിക്കാരോട് ചോദിക്കാം എന്തായിരുന്നു അവരുടെ അവസ്ഥ, ആ കുട്ടിയുടെ അവസ്ഥ. ഇന്ന് അവർ മാറിയെന്ന് എന്നോട് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് അവരുടെ ഒരു സുഹൃത്തിനെ കൊണ്ടുവന്ന് ആ മാറ്റം കണ്ടിട്ട് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ. എൻ്റെ മകൾക്ക് ഒരു 4 വയസ്സ് തൊട്ട് അലർജിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുക, വീട്ടിൽ കയറി പിന്നെയും ശ്വാസം തിങ്ങും, അങ്ങനെ കുറേ പ്രശ്നത്തിലായിരുന്നു. രാത്രിയൊക്കെ എടുത്ത് കുറേ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. അങ്ങനെ യാദൃച്ഛികമായിട്ടാണ് ഫേസ്ബുക്കിൽ സോഫിയ ബേദറിൻ്റെ വീഡിയോ കാണാനായത്. അപ്പോൾ ഞാൻ വിളിച്ച് ബുക്ക് ചെയ്ത് വന്നു. പ്രതീക്ഷ ഒന്നും ഇല്ലായിരുന്നു സത്യത്തിൽ. ഫസ്റ്റ് കാണിക്കുമ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഒരു എന്താ പറയുക, ലാസ്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഒരു വരവ് അങ്ങനെ വന്നായിരുന്നു. അൽഹംദുലില്ലാ. ഫസ്റ്റ് ഒരു 2 ഡോസ് മരുന്നുണ്ടായിരുന്നു. ഒന്ന് ഞാനും വാങ്ങിയിരുന്നു, കുട്ടിക്കും വാങ്ങിയിരുന്നു. അപ്പോൾ കുട്ടിക്ക് ഫസ്റ്റ് ഡോസ് കഴിച്ചപ്പോൾ തന്നെ കുട്ടിയുടെ ഏതാണ്ട് ശ്വസനങ്ങളും ഇതൊക്കെ മാറി. മൂക്കിലെ ദശ ഉണ്ടായിരുന്നു, അത് പോയി. പിന്നെ എൻ്റെ ഡോസും കൂടി അവൾക്ക് കൊടുത്തു. മാഷാ അല്ലാഹ്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഇപ്പോൾ റാഹത്തായിട്ട് കഴിയണം. ഇപ്പോൾ ഈ ടൈമിലൊക്കെ സത്യത്തിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവണം. രാത്രികളിൽ ഈ തണുപ്പ് ടൈം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ശ്വസനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവണ്ടാണ്. ഇപ്പോൾ അതൊന്നുമില്ല, റാഹത്താണ്. അതുകൊണ്ട് പിന്നെ ഒരു സുഹൃത്തായിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് ഡോക്ടറെ അടുത്ത് വന്നത്. അള്ളാഹ് വലിയൊരു മരുന്നിൽ വലിയൊരു ഷിഫ അവർക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹ് നിലനിർത്തി കൊടുക്കട്ടെ. മരുന്ന് വെച്ചോണ്ടിരിക്കുന്ന ഒരു ഹാജിയാർ, ഇതാണ് സുഹൃത്ത് ഹാജിയാർ. ബുദ്ധിമുട്ടൊന്നുമില്ല, മരുന്ന് വെക്കാനൊന്നുമില്ല, സിമ്പിളല്ലേ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഒരു ആത്മവിശ്വാസം എനിക്കും തോന്നുന്നുണ്ട് ഇൻഷാ അല്ലാഹ്.